കട്ടിപ്പരിപ്പ് കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് പരിപ്പ് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം. പരിപ്പ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എത്രയാണോ അളവെടുത്തത് അതേ കപ്പിന്റെ അളവിന് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ആവശ്യമില്ല, ഒരു സ്വല്പം ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി വേവിച്ചെടുക്കാം. നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പരിപ്പെടുത്ത അളവില്ല, ആ കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. ഇതേപോലുള്ള ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. മഞ്ഞളും എടുത്തിട്ടുണ്ട്. മഞ്ഞളും ഒരുപാട് വേണ്ട, ഒരു സ്വല്പം മതി. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് മതി മഞ്ഞളും ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളകും, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇഞ്ചി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇഞ്ചിയും കൂടെ ചേർത്തരയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണ്. ഇത് ഇത്രയും കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത് ഉടഞ്ഞായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തവിയുടെ മൂട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ച് തിളപ്പിച്ചെടുക്കണം. പരിപ്പ് കറി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. നെയ്യ് ഒരു സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാകുമ്പോൾ നെയ്യുടെ ഒരു ടേസ്റ്റ് ആണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.